എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ലോകത്തിന്റെ കരവിസ്തീർണത്തിന്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? ലോകത്തിന്റെ കരവിസ്തീർണത്തിന്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? 1/42 ഭാഗം. 42ൽ ഒരു ഭാഗം. ലോകത്തിന്റെ കരവിസ്തീർണത്തിന്റെ 42ൽ ഒരു ഭാഗമാണ് ഇന്ത്യ. ചേരുംപടി ചേർക്കുക. പട്ടിക 1, ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, മ്യാൻമാറുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഭൂട്ടാനുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, നേപ്പാളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പട്ടിക 2, എ സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. ബി അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. സി ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. ഡി പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. 1D, 2B, 3A, 4C. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. നമ്മുടെ ആൻസർ പ്രകാരം ഡി ആണ്. പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം. നമുക്ക് മാപ്പിലൊന്ന് നോക്കാം. ഇതാണ് ബംഗ്ലാദേശ്. പശ്ചിമ ബംഗാൾ ഇവിടെ അതിർത്തിയുണ്ട്. അതുപോലെ അസം അതിർത്തിയുണ്ട്, മേഘാലയ അതിർത്തിയുണ്ട്, ത്രിപുര അതിർത്തിയുണ്ട്, മിസോറാം അതിർത്തിയുണ്ട്. ഇത്രയുമാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അടുത്തത് മ്യാൻമാറുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. മ്യാൻമാറുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ആണ്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഇവിടെ നോക്കുക, ഇതാണ് മ്യാൻമാർ. ഏതൊക്കെയാണ് വരുന്നത്? മണിപ്പൂർ ഉണ്ട്, മിസോറാം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, ഇവിടെ അരുണാചൽ പ്രദേശും കൂടി ഉണ്ട്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഇതാണ് മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അടുത്തത് ഭൂട്ടാനുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഭൂട്ടാനുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണ്? എയിൽ ഏതാണ് വരുന്നത്? സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. ഭൂട്ടാൻ എവിടെയാണ് വരുന്നത്? ഇതാണ് ഭൂട്ടാൻ. ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട്? അസം വരുന്നുണ്ട്, അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്, സിക്കിം വരുന്നുണ്ട്, പശ്ചിമ ബംഗാൾ വരുന്നുണ്ട് അല്ലെ. പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, അരുണാചൽ പ്രദേശ് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അടുത്തത് നേപ്പാളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. നേപ്പാളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സി ഏതാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. നമുക്ക് മാപ്പിൽ ഒന്ന് നോക്കാം. ഇതാണ് നേപ്പാൾ. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നേപ്പാള്. ഏതൊക്കെയാണ് അതിർത്തിയായിട്ട് വരുന്നത്? ഉത്തരാഖണ്ഡ് അതിർത്തി പങ്കിടുന്നുണ്ട്, ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്, അതുപോലെ ബീഹാർ അതിർത്തി പങ്കിടുന്നുണ്ട്, സിക്കിം, അതുപോലെ പശ്ചിമ ബംഗാൾ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. ഇവയാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏത്? കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, ചാംഗ്ല ചുരം ലഡാക്ക്, ഗോരൻഘട്ട് ചുരം രാജസ്ഥാൻ, സോജില സിക്കിം. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായത്? ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ബോംഡില ചുരം അരുണാചൽ പ്രദേശ് ശരിയാണ്, ചാംഗ്ല ചുരം ലഡാക്ക് ശരിയാണ്, ഗോരൻഘട്ട് ചുരം രാജസ്ഥാൻ ശരിയാണ്, സോജില ചുരം സിക്കിം ഇത് തെറ്റാണ്. സോജില ചുരം ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഏതാണ് ആൻസർ? 1, 2, 3 വരുന്നതാണ് ആൻസർ. ബി 1, 2, 3 ആണ് ആൻസർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഝാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്.
സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സലാൽ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. NH44. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എവിടെയാണ്? ചെന്നൈ. ഒന്നുകൂടി നോക്കാം. ലോകത്തിന്റെ കരവിസ്തീർണത്തിന്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? 1/42 ഭാഗം. ചേരുംപടി ചേർക്കുക. ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം. മ്യാൻമാറുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഭൂട്ടാനുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. നേപ്പാളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, ചാംഗ്ല ചുരം ലഡാക്ക്, ഗോരൻഘട്ട് ചുരം രാജസ്ഥാൻ. ഇവയാണ് ശരിയായ ജോഡികൾ. 1, 2, 3 ആണ് ശരി. സോജില ചുരം ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഝാർഖണ്ഡ്. സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എവിടെയാണ്? ചെന്നൈ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.